ഇംഗ്ലീഷിൻ്റെ ബുക്ക് കൊണ്ടുവന്നോ? ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ കൊണ്ടുവരാത്തത്. ഞാൻ നോക്കട്ടെ ആരൊക്കെ കൊണ്ടുവരാത്തതെന്ന്. ടീച്ചറെ ഞാൻ കൊണ്ടുവന്നില്ല. എൻ്റെ ഫാത്തിമ നീ മാത്രം കൊണ്ടുവരാത്ത, ബാക്കിയുള്ള എല്ലാവരും ഇംഗ്ലീഷിൻ്റെ ബുക്ക് കൊണ്ടുവന്നില്ല. നിനക്ക് തന്നെ എത്ര കുഴപ്പം? ടീച്ചറെ ഞാൻ ട്യൂഷൻ ബാഗിൽ എടുത്തു വെക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവരാത്തത്. എന്നാൽ നീ നാളെ വരുമ്പോൾ 10 ടൈംസ് ഇംഗ്ലീഷിൽ പഠിച്ച കാര്യങ്ങൾ നീ നാളെ ഇത് കൊണ്ട് വന്നേരെ, എന്നിട്ട് നീ ക്ലാസ്സിൽ കയറിയാൽ മതി കേട്ടോ ഫാത്തിമ. ശരി ടീച്ചറെ, ഞാൻ നാളെ ഇത് കൊണ്ടുവന്നോളാം. ഇന്ന് എന്തെങ്കിലും പഠിപ്പിക്കണ്ടോ? ഇന്ന് ഞാൻ പഠിപ്പിക്കണ്ടോ? ഇന്ന് തന്നെ ഇത്ര വലിയ പ്രത്യേകത. ഞാൻ ഇന്ന് പുതിയ ചാപ്റ്റർ പഠിപ്പിക്കാൻ പോകണം. എല്ലാവരും പുതിയ ചാപ്റ്റർ എടുത്തു വെച്ചോ, പേജ് നമ്പർ 31. എല്ലാവരും എടുത്തോളൂ അല്ലേ? എല്ലാവരും എടുത്തല്ലോ. ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കും. പെട്ടെന്ന് എല്ലാവരും ബുക്ക് എടുത്ത് വെച്ചോ. വായിക്കാത്തവർ ഞാൻ ഇന്ന് എണീപ്പിച്ച് ഇന്ന് വായിപ്പിക്കും. വായിക്കാത്തവർ ഞാൻ വീട്ടിൽ നിന്ന് വിളിക്കും. നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേര് സോൾട്ട് ഇൻ ഹിസ് ഷൂസ്. എല്ലാവരും വായിച്ചോ. മൈക്കിൾ ലവ്ഡ് ടു പ്ലേ ബാസ്കറ്റ്ബോൾ. എവറി സാറ്റർഡേ ഹി ഫോളോവഡ് ഹിസ് എൽഡർ ബ്രദേഴ്സ്. ഇപ്പം ഇത്രയും വായിച്ചോളൂ. എല്ലാവരും വായിച്ച് പഠിച്ചോ. ഞാൻ ഇപ്പം തന്നെ വായിപ്പിക്കും. ടീച്ചറെ ഇത്രയുള്ള പഠിക്കാൻ, ഇതൊക്കെ നിസ്സാരം. നിനക്ക് നിസ്സാരം. ഇതിനെ കാണാണ്ട് പഠിക്കാനാണ് പറഞ്ഞത്, അല്ലാണ്ട് കണ്ടല്ല. ഇത്രയും കാണാണ്ടോ? മൈക്കിൾ ലവ്ഡ് ടു പ്ലേ ബാസ്കറ്റ്ബോൾ. എവറി ഡേ ഹി പ്ലേ. തെറ്റി ഇനി ടീച്ചറോട് ഞാൻ എങ്ങനെ വായിച്ചു കൊടുക്കും? ടീച്ചർ ഇന്ന് വായിച്ചില്ലെങ്കിൽ ഇനി എണീപ്പിച്ച് തീർത്തുമല്ലോ. എല്ലാവരും വായിച്ച് പഠിച്ചോ? ഞാൻ എല്ലാവരും കൊണ്ട് വായിപ്പിക്കാൻ പോകട്ടെ. കാണാണ്ട് പഠിക്കാത്തവരെ ഞാൻ എണീപ്പിച്ച് തീർത്തു. ഞാൻ പഠിച്ചില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? ഇപ്പം തന്നെ ടീച്ചർ വായിപ്പിക്കൂ. ടീച്ചറെ അടുത്ത് പറഞ്ഞേക്കാം വായിച്ചാൻ പഠിച്ചില്ലല്ലോ. ടീച്ചറെ ഞാൻ പഠിച്ചില്ല, ഇനി എന്നാ ചെയ്യണ്ടേ? നീ പഠിച്ചില്ലേണ്ടല്ലോ, അവിടെ യൂണിറ്റ് നിന്നോ, അതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ SMൻ്റെ അടുത്ത് കൊണ്ടുപോകും. നീ പഠിപ്പിക്കണ ഒന്നും നീ പഠിക്കാറില്ലല്ലോ. വേണ്ടായിരുന്നു.